വാട്ട്സ്ആപ്പ് ഗൈസ്. സോ നമ്മളിന്ന് കാറൊന്നും വരെ കാണാൻ പോകും. നമ്മളിന്നൊരു ഗെയിം കാണാൻ പോവുകയാണ്, ഐസ് ഹോക്കി. ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, നമുക്ക് പോകാം. കമോൺ ലെറ്റ്സ് ഗോ. ഇരുട്ട് കണ്ടിട്ട് നമ്മൾ രാത്രി ഒന്നും അല്ല പോകുന്നത്, നമ്മൾ വൈകിട്ട് 4 മണിക്കാണ് പോകുന്നത്. പിന്നെ ഇവിടെ ഡേ ലൈറ്റ് കുറവായതുകൊണ്ട് ഇങ്ങനെ തോന്നുന്നതാണ്. നടന്നൊന്നും അല്ല, നമ്മൾ ബസ്സിലാണ് പോകുന്നത്. നമ്മുടെ വണ്ടി അവിടെ ഓൾറെഡി പാർക്ക്ഡാണ്. സോ ഗെയിം കഴിയുമ്പോൾ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് വരും. അങ്ങനെ നമുക്കുള്ള വണ്ടി വന്നു. ഇന്ന് ഈവനിങ് വലിയ തിരക്കൊന്നും കാണാറില്ല, കാരണം ബസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ വെന്യൂലോട്ട് പോകുന്നത്. കാരണം ഇതൊരു മുമ്പ് ഞാൻ കെട്ടിടം കണ്ടിട്ടുണ്ടെങ്കിലും കയറിയിട്ടൊന്നുമില്ല. നമുക്ക് കയറി നോക്കാം. അത്യാവശ്യം സെറ്റപ്പാണ്. നമ്മുടെ നാട്ടിൽ ISL കണ്ടിട്ടുണ്ടെങ്കിൽ ഐസ് ഹോക്കി ഇങ്ങനെയെന്ന് അറിയത്തില്ല. നമ്മളിപ്പോൾ ഇവിടെ കുറേ പേര് കളിക്കുന്നുണ്ട്. ഇത്രയും പേര് കളിക്കുന്നുണ്ട് ഈ കളിക്ക്. എനിക്കറിയത്തില്ല. നമുക്കിതിൽ സ്കൈ ബോക്സ് VIP-യിലാണ് കിട്ടിയത്. നമുക്കൊരു പ്രൈവറ്റ് വ്യൂ ഒക്കെ ഉണ്ട്. അടിപൊളി സെറ്റപ്പാണ്. സോ ആദ്യം കളി തുടങ്ങാറായപ്പം ഒരു വണ്ടി വന്നു ഹീറ്റിങ്ങിന് വേണ്ടിയിട്ട്, 2 വണ്ടി വന്നു ഹീറ്റിങ്ങിന് വേണ്ടിയിട്ട്, ഇത് CRV അല്ലേ? ഇതെന്ത് ഇവിടെ കാണിക്കുന്നത്? എന്തെങ്കിലോട്ട് യവനാരാ? ഇവനെ കണ്ടില്ലല്ലോ. നമ്മുടെ മെയിൻ സാധനം ഫുഡ് വന്നു. സോ ഈ ഗെയിം എന്ന് പറയുന്നത് മൂസ് ഹെഡ്സും അതിൻ്റെ കൂടെ ടൈറ്റൻസും തമ്മിലുള്ള ഗെയിമാണ്. നമ്മുടെ ഈ ഹാലിഫാക്സ് മൂസ് ഹെഡ്സിനോടാണ് നമ്മളിത്. ഈ വരുന്ന പിള്ളേരാണ് നമ്മുടെ ടീമുകൾ. അതിൻ്റെ കൂടെ അടിച്ച് കിറങ്ങിയിരിക്കുന്ന മൂസിനെ കാണാം. ഇതാണ് അവരുടെ സിമ്പൽ. അങ്ങനെ കളി തുടങ്ങി. കളിയെപ്പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. ഹോക്കി കളിക്കുന്ന പോലെയൊക്കെ തന്നെ. പിന്നെ തമ്മി അടിയും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. ഈ കളിയുടെ ബ്രേക്ക് ഇളക്കി കൊച്ചു പിള്ളേരെ വെച്ച് ഈ കളി കളിപ്പിച്ചു. ഈ ശരിക്കുമുള്ള ഇവന്മാർ കളിക്കുന്നതിനേയും കാട്ടി നല്ല അടിപൊളി വൃത്തിയായിട്ട് ഈ പിള്ളേർ കളിച്ചു. എനിക്ക് ഈ പിള്ളേരുടെ കളി ഇഷ്ടപ്പെട്ടെ. അങ്ങനെ എല്ലാം കഴിഞ്ഞു നമുക്ക് നമ്മുടെ ബ്രോങ്കോയുമായിട്ട് വീട്ടിൽ പോകാൻ. നമുക്ക് ഒരുപാട് കിലോമീറ്റേഴ്സ് പോകാനുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. ബൈ ബൈ.